രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച സംഭവത്തിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറുമായി പോലീസിന്റെ തെളിവെടുപ്പ് തുടരുന്നു. രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് കണ്ടെത്താൻ വേണ്ടി പൗടിക്കോണത്തുള്ള രാഹുലിന്റെ വീട്ടിൽ പോലീസ് എത്തി. പോലീസ് വാഹനത്തിൽ വെച്ചു തന്നെ ലാപ്ടോപ്പ് എടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് രാഹുൽ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ മാധ്യമങ്ങളോടും രാഹുൽ സംസാരിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വീഡിയോ ചെയ്യുന്നത് നിർത്തണം എന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ വീഡിയോ ചെയ്യുന്നത് നിർത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. തെളിവെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. രാഹുൽ ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസം പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ പൗടിക്കോണത്തെ വീട്ടിലെത്തിയപ്പോൾ ലാപ്ടോപ്പ് ഓഫീസിലാണ് എന്നായിരുന്നു രാഹുൽ പറഞ്ഞത്. രാഹുൽ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഇടയിലായിരുന്നു പോലീസ് എത്തിയത്. എങ്ങോട്ടേക്കാണ് തന്നെ കൊണ്ടുപോകുന്നതെന്നും 7 മണിക്കുള്ള ചർച്ചയ്ക്ക് മുമ്പ് എത്താൻ സാധിക്കുമോ എന്നും രാഹുൽ ചോദിക്കുന്നത് വീഡിയോയിൽ കാണാം. തുടർന്ന് രാഹുൽ മുറിയിലെത്തി ലാപ്ടോപ്പ് ഒളിപ്പിക്കുകയും ഇക്കാര്യം വീഡിയോയിൽ പറയുകയും ചെയ്യുന്നുണ്ട്. പോലീസ് ലാപ്ടോപ്പ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ എടുത്തു മാറ്റട്ടെ, ഞാൻ തിരിച്ചെത്തിയില്ലെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും. ചുമ്മാ പേടിപ്പിക്കാൻ നോക്കുകയാണ്, എന്നെ അറസ്റ്റ് ചെയ്യുമോ എന്ന് സംശയമുണ്ട്, നമുക്ക് കാണാം എന്നാണ് വീഡിയോയിൽ രാഹുൽ ഈശ്വർ പറയുന്നത്. തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത രാഹുലിനെ പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയുമായിരുന്നു. രാഹുൽ നേരത്തെ ചിത്രീകരിച്ച വീഡിയോ ഇതിനിടയിൽ പുറത്തു വരികയും ലാപ്ടോപ്പ് വീട്ടിൽ തന്നെയാണ് ഉള്ളതെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്നാണ് ഒളിപ്പിച്ച ലാപ്ടോപ്പ് കസ്റ്റഡിയിലെടുക്കുന്നതിനായി പോലീസ് രാഹുലുമായി വീട്ടിലെത്തിയത്. തന്നെ പ്രതിയാക്കി സൈബർ അതിക്രമ പരാതി നൽകിയതിൽ കോൺഗ്രസ് നേതാവ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകി സന്ദീപ് വാര്യർ. കേസിലെ 4ാം പ്രതിയായി സന്ദീപ് ശാസ്തമംഗലം അജിത് കുമാർ വഴി മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നാണ് വിവരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ വ്യാപകമായ സൈബർ ആക്രമണം ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിച്ചു വരുന്നത്. യുവതിക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്ന പ്രൊഫൈലുകൾ സൈബർ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം 5 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അതിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. കേസിൽ 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. യുവതിയെ തിരിച്ചറിയാൻ കഴിയുന്ന തരം പരാമർശം യൂട്യൂബ് വീഡിയോയിലൂടെ നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. സന്ദീപ് വാര്യർ തന്റെ സാമൂഹിക മാധ്യമ പേജിൽ ഉൾപ്പെടുത്തിയിരുന്ന പരാമർശം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്. എന്നാൽ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ഒരു പരാമർശവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലൂടെ പിന്നീട് വിശദീകരിച്ചു. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയത് DYFI ആണെന്നും ആരോപിച്ചു. അതിജീവിതയ്ക്കെതിരായ രഞ്ജിത പുളിക്കന്റെയും ദീപ ജോസഫിന്റെയും ഫേസ്ബുക്ക് കുറിപ്പുകളാണ് അവരെ പ്രതികളാക്കുന്നതിന് കാരണമായത്. അതിജീവിതയെ തിരിച്ചറിയുന്ന വിധത്തിൽ പരാമർശം നടത്തി സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ കുറ്റങ്ങളും IT നിയമത്തിലെ വകുപ്പുകളും ഉൾപ്പെടുത്തിയാണ് കേസ്. മുന്നറിയിപ്പൊന്നും ഇല്ലാതെയായിരുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സമാനമായ സാഹചര്യം മുന്നിൽ കണ്ടാണ് സന്ദീപ് വാര്യരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ടു പോകുന്നത്.